ഒരു ഗ്ലാസ് ചൂടുള്ള തന്നെ ചേട്ടാ. പിന്നെ അതിൽ ഇത്തിരി തേയിലയും സ്വപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തോ. പാല് വേണമെന്നില്ല. അത് ശരി. അതെ, കണ്ണി കണ്ണവന് കടം കൊടുക്കാൻ എനിക്കിത് ചക്കാതിട്ടൊന്നല്ല. കൃഷ്ണ, നിനക്ക് മലയാളം അറിയില്ലേ? ഞാൻ സാക്ഷരതാ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. 5 രൂപ 35 പൈസ നീ എനിക്ക് തരാനുണ്ട്. അത് തരാതെ നിനക്ക് കടം തരേണ്ട പ്രശ്നമില്ല. ഇല്ലല്ലോ. ഇല്ല പറഞ്ഞേ. എന്നാ ഒരു ചായയും കൂടി തന്നിട്ട് 6 രൂപയായിട്ട് എഴുതിക്കും. ഇതാരാണെന്നറിയോ? എന്റെ മോളാ. പകലില്ലാതെ ഗ്ലാസ് കഴിയും മേശ തുടച്ചും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ കാശേ ആർക്ക് വേണ്ടെന്നറിയോ? എന്റെ മോൾക്ക് വേണ്ടിട്ടാ. മോളെ, ആ പുള്ളി പശുവിനെ മാറ്റി കെട്ടിക്കേ. പശു പറ്റതാണോ? നീ പോടാ. പ്രായമായ പെൺപിള്ളേരെ കൊണ്ട് പശുവിന്റെ നല്ല ഒരു ജീവിയുടെയും കെട്ടഴിച്ച് പിടിക്കരുതെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഏത് ശാസ്ത്രം? ഭൂമിശാസ്ത്രം. അതിന്റെ പേരൊക്കെ ഇപ്പൊ ഓർമ്മിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ. എടാ, ചായക്കട തുടങ്ങുന്നതിന് മുമ്പ് എന്റെ പണി എന്താണെന്ന് നിനക്കറിയോ? പൊന്നുതമ്പുരാന്റെ തൃക്കൈന്ന് വീരശങ്കര മേടിച്ചിട്ടുള്ളവനാ ഈ ഗാമഭാസ്കരൻ നായർ. ഗാമഭാസ്കരൻ നായരുടെ മകള് പുള്ളിപ്പശുവിനെ മാത്രല്ല, വേണ്ടി വന്ന മതമിളകിയ ആനയെ വരെ മാറ്റിക്കിട്ടും. എന്റെ അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ടേ. അതാണ് അങ്ങേര് പറഞ്ഞു തന്ന അവസാനത്തെ കഥ. നീ എന്താ കേട്ടിട്ടുള്ളത്? ചട്ടമ്പിമാരായ 6 ആങ്ങളമാരെ അടിച്ച് നിലംപരിശാക്കി ഇട്ടിട്ടാണ് ഭാസ്കര ചേട്ടൻ ഭവാനി ചേച്ചിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതെന്ന്. അതായത് ഇപ്പൊ പുള്ളിപ്പശുവിന്റെ കെട്ടഴിച്ച് വിടാൻ പോയ അമ്മിണിക്കുട്ടിയുടെ അമ്മയെ ദിഗിജിയും. ഞാൻ പോട്ടെ. നീ അങ്ങനെ പോണ്ട. പഴോ കാപ്പിയോ ചായയോ പപ്പടോ ഒക്കെ കഴിച്ചിട്ട് പോയാ മതി. എന്തൊരു നെഞ്ചേരു. നിങ്ങളൊന്ന് നോക്ക്. ഗാമ ഭാസ്കരൻ നായർ എന്ന് പറഞ്ഞ അക്കാലത്ത് വെള്ളക്കാരായ ഗുസ്തിക്കാർ വരെ വിറയ്ക്കും. നീഗ്രോകള് നടുങ്ങും, അറബികൾ കിടുങ്ങും. ഇതായിട്ടെ ആവശ്യത്തിന് ഇതിലുണ്ട്, കഴിച്ചോ. പഴം തലയിലുണ്ട്. തലയിലോ? മേലെ. പൊങ്കമ്മാസ് കട തുടങ്ങിയ എന്റെ സിഗ്നലാ. ഇപ്പൊ ഇങ്ങനെയും പൊങ്ങച്ചൻ പറയുന്നു ഒരുത്തൻ. അതെങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കും. ഇതുപോലെ ഇന്നലത്തെ ചട്നി ഇരിപ്പുണ്ട്, കുറച്ച് ഒഴിക്കട്ടെ ഞാൻ. പുട്ടിന് ചട്നി ഒന്നും വേണ്ടേ ചേട്ടെ? ഒന്ന് പോയാട്ടെ, ഞാനൊന്ന് കഴിച്ചോട്ടെ. ഈ മൂഷിക ഭരണം കാരണം മുടിഞ്ഞ് കുത്തുപാട് എടുക്കേണ്ട ലക്ഷണം. 1 2 3 4 5 6 പണ്ടാറടക്കി. എന്തൊരു നാറ്റം. സഹിക്കാൻ വേണ്ട. എന്തൊരു നാറ്റം. അല്ല, ഏറ്റവും മറ്റതിന് പോയോ? നിസ എടാ എലി, എടാ മൂഷിക, എടാ ഗണപതി വാഹന, എന്റെ പഴം തിന്നു നിന്റെ ആമാശം പൊട്ടി. അതെടാ എന്ത് തെമ്മാരത്തിലാണ് കാണിച്ചത്? എലി മൂഷിക. ഞാൻ എലിയെ എടുത്ത് എറിഞ്ഞപ്പോഴാണ് റപ്പായി മാപ്പിള പുലിയെ പോലെ ഇങ്ങോട്ട് വരുന്നത്. റപ്പായി മാപ്പിള, ഞാൻ ആനയൊന്നും എടുത്തെറിഞ്ഞില്ലല്ലോ. ചേച്ചി അല്ല ചേച്ചി. എന്നെ ശരിക്കാതെ കുറെ കാശ് കിട്ടിയതിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. അതൊക്കെ വേണം. ഈ എലിയുടെ ഏറ് കൊള്ളുന്നത് ഭയങ്കര ഭാഗ്യമാണെന്ന ബോംബെയിലുള്ളവരുടെ വിശ്വാസം. കാരണം അവൻ ഗണപതിയുടെ വാഹനമാണല്ലോ. അതങ്ങ് ബോംബെയില്, ഇവിടെ വേണ്ട. നീ വാടക കാശിങ് എടുക്ക. അതേ, ഞാൻ കൊടുക്കേണ്ടവരെടുത്ത് കൊടുത്തോളാം. ഇനി മുതൽ നിന്റെ കയ്യിൽ വാടക വാങ്ങാൻ മഹേശ്വരൻ പിള്ള എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിനെന്താ തരാലോ. അതാരാ പോകുമ്പോ? നമ്മുടെ അമൃതം പൊന്നമ്മയല്ലേ? അതാ നോക്ക്. എവിടെ? ആഹാ, വഴക്കിന് പോയോ? എന്നാലും വാടക കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അനന്താ, ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചോ? വളച്ചോ വളച്ചോ വളച്ചോ. കാലൂത്തി നിൽക്കല്ലേ. പൊക്കോ പൊക്കോ പൊക്കോ. ബ്രേക്ക് പിടിക്കാൻ ശ്രമിക്കണ്ട. ബ്രേക്ക് ഇല്ല, അത് ഇളക്കി മാറ്റി പഠിക്കും.
വളച്ചോ 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 മുണ്ട്. മുണ്ടെടുത്ത് കൊടുക്കും അയ്യേ ആ വളച്ചോ വളച്ചോ പാൽക്കുപ്പിക്ക് വല്ലതും പറ്റുമോ അമ്മണിക്കുട്ടിയെ? ഒന്ന് പോകുന്നുണ്ടോ? അല്ല ഇതിപ്പോ അമ്മിണിക്കുട്ടിയുടെ ദേഹത്ത് തന്നെ ഇടിച്ചത് നന്നായി. അന്യരാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തായനെ കഥ. കഥ എന്താകാൻ, എഴുന്നേറ്റ് നമ്മുടെ കഥ കഴിക്കും. എന്താ എന്താ അവിടെ? അമ്മേ അമ്മണിക്കുട്ടി വെള്ളവുമായിട്ട് പാലുമായിട്ട് വന്ന് സൈക്കിളിൽ ഇടിച്ചു. ആ, മനപ്പൂർവ്വം എന്നെ കൊണ്ട് ഇടിച്ചതാണമ്മേ. ഇത് കണ്ടോ, പാല് പകുതിയും കളഞ്ഞു. അല്ലെങ്കിലും പകുതി പാലും പകുതി വെള്ളവുമാ. ആഹാ, എന്നാലേ നാളെ വന്ന് വേറെ എവിടെന്നെങ്കിലും വാങ്ങിച്ചാ മതി. അവൻ തമാശ പറഞ്ഞതല്ലേ മോളെ, മോക്ക് വല്ലതും പറ്റിയോ? ഇല്ലമ്മേ, തമാശ കുറച്ച് കൂടുന്നുണ്ട്. മോള് വാ. ആ? കൃഷ്ണ വാ തുടങ്ങാം. ഇന്നിനി പഠിക്കണ്ട, ഗുരു ക്ഷീണിച്ചു. അനന്താ ദാ വരുന്നമ്മേ. ദേ അമ്മ വിളിക്കുന്നു, പാല് കുടിക്കും. ആ നന്നായിട്ട് വരട്ടെ. നിങ്ങൾ ആരെങ്കിലും നെടുമങ്ങാട് ഖാദർ എന്ന ഫയൽമാനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ കൊള്ളാം, കേട്ടിട്ടുണ്ടോ? നല്ല ചോദ്യം. തിരുനെൽവേലിക്കാരായ 3 മറവുമാർ ഗുസ്തിക്കാരെ ഒറ്റയടിക്ക് മലർത്തിയടിച്ച് ആളല്ലേ ഈ ഖാദർ ഫയൽമാൻ? അതെ, ആ ഖാദർ ഫയൽമാനും ഞാനും കൂടി പണ്ട് പൊന്മുടിയിൽ വെച്ച് ഗോതയിൽ ഇറങ്ങി. ഓഹോ, ആ കാര്യം ഓർക്കുമ്പോഴേ രോമാഞ്ചം. ഒന്നും വ്യക്തമായിട്ട് കാണുന്നില്ല, രോമം ഇല്ലാത്തോണ്ടായിരിക്കും അല്ലേ? വേണ്ട, ഞാൻ ഗോതയിലേക്ക് ചെല്ലുന്നു, ഖാദർ ഫയൽമാനും ഞാനും മുഖാമുഖം നോക്കുന്നു, ദേ കിടക്കണം. പിന്നെ 3-ാം ദിവസമാണ് ചേട്ടന് ഓർമ്മ വീണത്. ഇളയത് ഗുസ്തി. കൃഷ്ണ എന്തോ? എന്നിട്ട് ആ, ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? അല്ല കുറച്ചും കൂടി ബാക്കി. ഇനി പിന്നെ കുടിക്കാം. മോൻ ചെല്ല്. അല്ല ചേട്ടന്റെ ഗുസ്തിയുടെ കാര്യം. ഇനി നീ ഇവിടെ നിന്നാൽ ഞാനും നീയും തമ്മിലായിരിക്കും ഗുസ്തി. ഓടാ. അല്ല ചേട്ടാ, ഓടാ. കള്ളച്ചക്കൻ. എന്താ ഇവിടെ? 1 2 3 4 പഴുത്ത പഴം പച്ച, 14 എണ്ണം, പച്ച. പഴുക്കാത്ത 15. ആ. അങ്ങനെ ഗുസ്തി അങ്ങോട്ട് തുടങ്ങേ. എന്റെ ഭഗവാനേ, ഞാൻ തോറ്റുട്ടോ. എന്റെ മുമ്പിൽ ആദ്യമായി അടിയറവ് പറയേണ്ടി വന്ന ഖാദർ പിന്നെ ജീവിതകാലം ഗുസ്തി പിടിച്ചിട്ടില്ല. പാവം ഖാദർ ഫയൽമാൻ. അയാൾക്ക് വല്ല ആവശ്യമുണ്ടോ ഭാസ്കർ ചേട്ടനോട് ഗുസ്തി പിടിക്കാൻ? അവസാനം എണ്ണത്തോണി കിടന്ന് ശ്വാസം മുട്ടി ചത്ത് കാണൂലേ? അത് തന്നെയാണ് സംഭവിച്ചത്. ആ നായര് പറഞ്ഞു ശരിയാ. പക്ഷേ ഗുസ്തി ഇവിടെയല്ല, പേർഷ്യയിൽ. ഈ 2 കൈക്കും ഉറയിട്ടിട്ട് ഇങ്ങനെ ബലൂൺ മാതിരി ഉണ്ടാവും. അതിട്ട് മുഖത്ത് ഡിഷും 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 ഡിഷും. എങ്ങനെ 2 കൈമ ഉറയിട്ടിട്ട് ടിഷിൻ തങ്ങളുണ്ടോ? ആ കണ്ടിട്ടുണ്ടോന്ന് പറയടോ. പറയടോ. പറയേ. ആലോചിക്കാനുള്ള സമയം എന്താ? പറ. എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അങ്ങനെ അവിടെ വിശ്വസിച്ചാൽ നിങ്ങൾ എന്താണ്ട് വെറുതെ കയ 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 ചിരിക്കുന്നത്? പിന്നെ ഞങ്ങൾ രണ്ടാളും പറയുന്നത് വിശ്വസിച്ചാൽ മതി. അതിനപ്പുറം ഇങ്ങോട്ട് പറയുമ്പോൾ ചിരിക്കും വേണ്ട കേട്ടാ. അങ്ങനെയുള്ളത് മാത്രം എന്റെ കടയിലേക്ക് വന്നാൽ മതി. എന്റെ കടയിലേക്ക് വന്നാ മതി. പറഞ്ഞു കേട്ടില്ലേ? ഇനി കടം വെക്കാൻ വരണ്ട. അങ്ങോട്ട് വരണ്ട, കട വാങ്ങിച്ചേ. ആ. ഒരു ചായ, പിന്നെ ഇന്നലത്തെ ഒരു വടയും എടുത്തോളൂ. ഇന്നലത്തെ ഇന്നത്തെ